സേതുമാധവൻ നിന്റെ അച്ഛനെ ചതിച്ചു. നീ അറിഞ്ഞതിനപ്പുറമുള്ളതെല്ലാം അച്ഛന്റെ ഈ ഡയറിയിലുണ്ട്. ഇത് ബാങ്ക് ലോക്കറിൽ ഉണ്ടായിരുന്നതാ. ഈ അടുത്താണ് എന്റെ കയ്യിൽ ഇത് കിട്ടിയത്. ലോക്കറിൽ മറ്റൊന്നും ഉണ്ടായിരുന്നില്ലേ? ഇല്ല, അതിനകത്തായിരുന്നു നിന്റെ അമ്മയുടെ ആഭരണങ്ങൾ സൂക്ഷിച്ചിരുന്നത്. അതെല്ലാം സേതുമാധവന് വേണ്ടി അന്നേ വിറ്റ് നശിപ്പിച്ചു കളഞ്ഞു. ഇങ്ങനെ ഒരു നിമിഷം വരുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടാ നിനക്ക് തരാൻ ഞാനിത് സൂക്ഷിച്ചു വെച്ചത്. ബാക്കി നീ വായിച്ചു നോക്കുമ്പോൾ നിനക്ക് മനസ്സിലാകും. ഫെബ്രുവരി 13, 2018. ഈ വീടൊഴികെയുള്ള എൻ്റെ എല്ലാ സമ്പാദ്യവും ഞാനൊന്ന് വിറ്റു. ആ പണം പുതിയ ലേലം പിടിക്കാൻ വേണ്ടി സേതുമാധവന് കൊടുത്തു. ജൂലൈ 23, 2018. അവന്തിക മോൾ ഇന്നും എന്നോട് ചോദിച്ചു, ഞാൻ എന്തിനാണ് സേതുമാധവന്റെ മുന്നിൽ ഇത്രയേറെ വിധേയത്വത്തോടെ നിൽക്കുന്നതെന്ന്. ഞാൻ അവനെ അത്രയ്ക്ക് സ്നേഹിച്ചിരുന്നു, വിശ്വസിച്ചിരുന്നു, എൻ്റെ കൂടപ്പിറപ്പിനെ പോലെ. എന്നോട് സേതു ഈ ചതി കാണിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. ഓഗസ്റ്റ് 26, 2018. എല്ലാ സത്യവും എൻ്റെ അളിയൻ അനിരുദ്ധനറിയാം. എൻ്റെ മക്കൾക്കുള്ളതെല്ലാം ഞാൻ നഷ്ടപ്പെടുത്തി. സേതുവിനെ ഞാൻ വിശ്വസിച്ചു. ഇനി എൻ്റെ കുട്ടികളുടെ അച്ഛനായിട്ട് ജീവിച്ചിരിക്കാൻ എനിക്ക് യോഗ്യതയില്ല. സേതുവിനെ പോലൊരു പാർട്ട്ണറെ എനിക്കിനി കിട്ടില്ല. എൻ്റെ ഒരു സഹോദരനും അതിലുപരി കൂട്ടുകാരനുമാണ് സേതു. എന്നെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന ഒരു മനുഷ്യനും അവൻ തന്നെയാണ്. എൻ്റെ മക്കളുടെ മുന്നിൽ തോറ്റുപോയവനായി ജീവിക്കാൻ എനിക്ക് വയ്യ. അനഘമോളെ അവന്തിക നോക്കിക്കൊള്ളു. അതിനുള്ള കെൽപ്പ് അവൾക്കുണ്ട്. അനഘയ്ക്കും അവന്തികയ്ക്കും തുണയായി അനിരുദ്ധനുണ്ടെന്നതാണ് എൻ്റെ ആശ്വാസം.